ഹായ് ഓൾ ഇൻവെസ്റ്റ് കേരളയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഈ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ പോകുന്നത് ഗവൺമെന്റിന്റെ ഒരു പുതിയ തീരുമാനത്തെക്കുറിച്ചാണ്. അതായത് ഗവൺമെന്റ് വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യയിലെ ഗവൺമെന്റിന്റെ കീഴിലുള്ള ബിസിനസ്സുകളെ രണ്ട് തരമായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സ്ട്രാറ്റജിക് അതുപോലെ നോൺ സ്ട്രാറ്റജിക് സെക്ടേഴ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതുപോലെ ഗവൺമെന്റ് നോൺ സ്ട്രാറ്റജിക് സെക്ടേഴ്സിലുള്ള കമ്പനികളിൽ നിന്ന് പൂർണ്ണമായി എക്സിറ്റ് ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് പഠിക്കാം. വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുക. അപ്പോൾ ഈ സെക്ടറിനെ കുറിച്ച് ആദ്യം തന്നെ നമുക്ക് പറയാം. ഗവൺമെന്റ് ഈ നോൺ സ്ട്രാറ്റജിക് ബിസിനസ്സിൽ നിന്ന് പൂർണ്ണമായും എക്സിറ്റ് ചെയ്യുമ്പോൾ ഈ ബിസിനസ് പ്രൈവറ്റ് കമ്പനികളുടെ കയ്യിലാണ് എത്തിച്ചേരുക. അപ്പോൾ ഈ സെക്ടറിലുള്ള നല്ല ചില കമ്പനികൾ ഉണ്ടാകും. BPCLന്റെ കാര്യമെടുത്താൽ BPCL പ്രൈവറ്റൈസ് ചെയ്യുന്നു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ ആ സ്റ്റോക്കിൽ ഒരു അപ്മൂവ് ദൃശ്യമായതാണ്. കാരണം ആ കമ്പനിയിലും സ്റ്റോക്കിലും നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. നല്ല മാനേജ്മെന്റ് വന്നാൽ ആ കമ്പനി വളർച്ചയിലേക്ക് എത്തും. അത് ഷെയർ ഹോൾഡേഴ്സിന് ഒരു നല്ല വാല്യൂ തന്നെ ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ആ സ്റ്റോക്കിൽ ഒരു അപ്മൂവ് ദൃശ്യമായത്. അതുകൊണ്ട് തന്നെ ഈ സെഗ്മെന്റിലുള്ള കമ്പനികളെക്കുറിച്ച് ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കുകയും ചെയ്യുക. ആ ലിസ്റ്റുകൾ പുറത്തു വരുമ്പോൾ ആ കമ്പനികളെക്കുറിച്ചുള്ള വിവരങ്ങളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എത്തിക്കുന്നതാണ്. ഇനി ഈ സ്ട്രാറ്റജിക് സെക്ടറിലുള്ള പോളിസി എന്താണെന്ന് വെച്ചാൽ മാക്സിമം സ്ട്രാറ്റജിക് സെക്ടറിലുള്ള 4 കമ്പനികളെ മാത്രമേ ഗവൺമെന്റ് ഹോൾഡ് ചെയ്യുകയുള്ളൂ. അതായത് ഓയിൽ ഒരു സ്ട്രാറ്റജിക് സെക്ടറായി ഗവൺമെന്റ് തീരുമാനിച്ചാൽ ഓയിലുള്ള 4 കമ്പനികളെ വരെ ഗവൺമെന്റ് ഹോൾഡ് ചെയ്യും. മാക്സിമം ആണ് 4 കമ്പനി, മിനിമം 1 കമ്പനിയാണ് ഹോൾഡ് ചെയ്യുക. ബാക്കിയുള്ള കമ്പനി ഗവൺമെന്റ് ഡി ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ആ സാഹചര്യങ്ങളിലും നല്ല കമ്പനികൾ ഇൻവെസ്റ്റേഴ്സിന് പരിഗണിക്കാം. ഡി ഇൻവെസ്റ്റ്മെന്റ് തീരുമാനങ്ങൾ ഇന്ത്യയിൽ യൂഷ്വലി എടുക്കുന്നത് ദീപം എന്ന് പറയുന്ന ഏജൻസിയാണ്. അത് ഫൈനാൻഷ്യൽ മിനിസ്ട്രിയുടെ കീഴിൽ വരുന്നതാണ്. അവർ ഇപ്പോൾ ഇന്ത്യയിൽ 18ഓളം സ്ട്രാറ്റജിക് സെക്ടേഴ്സ് ആണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. ഇതിനെ അവർ 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൈനിങ് ആൻഡ് എക്സ്പ്ലോറേഷൻ, മാനുഫാക്ചറിംഗ്, പ്രോസസ്സിംഗ് ആൻഡ് ജനറേഷൻ, അതുപോലെ സർവീസ് സെക്ടർ തുടങ്ങിയ കാറ്റഗറിയായാണ് ക്ലാസിഫൈ ചെയ്തത്. ഇതിൽ ആദ്യത്തേത് മൈനിങ് ആൻഡ് എക്സ്പ്ലോറേഷൻ നോക്കുമ്പോൾ കോൾ, ക്രൂഡ് ഓയിൽ ആൻഡ് ഗ്യാസ്, മെറ്റൽസ് ആൻഡ് മിനറൽസ് തുടങ്ങിയ സെഗ്മെന്റുകളാണ് വരുന്നത്. മാനുഫാക്ചറിംഗ്, പ്രോസസ്സിംഗ് ആൻഡ് ജനറേഷൻസിൽ ഡിഫൻസ് എക്യുപ്മെന്റ്, സ്റ്റീൽ, പെട്രോളിയം, ഫെർട്ടിലൈസേഴ്സ്, പവർ ജനറേഷൻ, അറ്റോമിക് എനർജി ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് ആണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് സർവീസ് സെക്ടറാണ്. ഇതിൽ വരുന്നത് സ്പേസ്, പവർ ട്രാൻസ്മിഷൻ, ഡെവലപ്മെന്റ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് എയർപോർട്ട്സ് ആൻഡ് പോർട്ട്സ്, ഹൈവേസ് ആൻഡ് വെയർഹൗസസ്, ഗ്യാസ് ട്രാൻസ്മിഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, കോൺട്രാക്ട് ആൻഡ് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് സെക്ടേഴ്സ്, ഫൈനാൻഷ്യൽ സർവീസ്, IT, ബാങ്കിംഗ് ആൻഡ് ഇൻഷുറൻസ് സെക്ടേഴ്സ് തുടങ്ങിയവയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ 3 മേഖലകളാണ് ഇപ്പോൾ തരംതിരിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് ഗവൺമെന്റ് മിനിമം 1 കമ്പനിയോ മാക്സിമം 4 കമ്പനി വരെ മാത്രമേ ഇതിന്റെ കീഴിൽ കൊണ്ടുവരികയുള്ളൂ. ബാക്കി എല്ലാ കമ്പനികളിൽ നിന്നും ഗവൺമെന്റ് ഒരു ഡി ഇൻവെസ്റ്റ്മെന്റ് ആണ് ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ ഇൻവെസ്റ്റേഴ്സിനും അറിയാവുന്നതുപോലെ ഇതിൽ വരുന്ന നല്ല കമ്പനികളുണ്ട്. അപ്പോൾ ആ കമ്പനികളിൽ ഗവൺമെന്റിന്റെ തീരുമാനം നോക്കുകയും അതനുസരിച്ച് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ ഒരു നല്ല റിട്ടേൺ തന്നെ ഉണ്ടാക്കാം. ആ സമയങ്ങളിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സെക്ടറിൽ ഗവൺമെന്റിന്റെ കയ്യിലുള്ള മെയിൻ സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും നമുക്ക് പരിശോധിക്കാം. ആദ്യമായി നോക്കുന്നത് NTPC ആണ്. പവർ സെക്ടറിൽ നിന്നുള്ള ഒരു കമ്പനിയാണ് NTPC. ഈ തന്നിരിക്കുന്ന ചാർട്ടിൽ നിന്ന് NTPCയുടെ കഴിഞ്ഞ 1 ഇയർ, 3 ഇയർ അതുപോലെ 5 ഇയർ സെയിൽസ് ഗ്രോത്ത് കാണാൻ സാധിക്കും. അതുപോലെ ഈ ചാർട്ടിൽ നിന്ന് NTPCയുടെ പ്രോഫിറ്റ് ഗ്രോത്തും വ്യക്തമാണ്. അതുപോലെ ROCE, ROE തുടങ്ങിയ കാര്യങ്ങളും ഈ ചാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. NTPCയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കമ്പനിക്ക് കഴിഞ്ഞ 5 വർഷമായി ഒരു നല്ല ഓപ്പറേറ്റിംഗ് മാർജിൻ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 23.48% ആണത്. അതുപോലെ എഫിഷ്യന്റ് ക്യാഷ് ഫ്ലോ സൈക്കിൾ ഉണ്ട്. 26.20 ഡേയ്സ് ആണത്. CFO ബൈ പാറ്റ് നോക്കുമ്പോൾ 1.75 ആണ്. അതും ഒരു നല്ല സംഖ്യയാണ്. ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് 3 ഇയേഴ്സ് പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് 3.98% ആണ്. അതുപോലെ 3 ഇയർ റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത് 9.23% ആണ്. അതൊരു കൺസേൺ ഫാക്ടർ തന്നെയാണ്. അടുത്തതായി നോക്കാൻ പോകുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ആണ്. ഭാരത് ഇലക്ട്രോണിക്സിന്റെ 1 ഇയർ, 3 ഇയർ അതുപോലെ 5 ഇയർ സെയിൽസ് ഗ്രോത്ത് ഈ ഡാറ്റയിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്തിലെ പെർഫോമൻസ് ആണ് ഈ ചാർട്ടിൽ തന്നിരിക്കുന്നത്. അതുപോലെ ROE, ROCE തുടങ്ങിയവ കഴിഞ്ഞ 5 വർഷത്തെ ഡാറ്റ ഇതിൽ നിന്നും നിങ്ങൾക്ക് വ്യക്തമാണ്. കമ്പനിയുടെ മേജർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കമ്പനി കഴിഞ്ഞ 3 വർഷമായി നല്ലൊരു റവന്യൂ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഏകദേശം 18%. അതുപോലെ ഡെബിറ്റ് സിഗ്നിഫിക്കൻ്റ് ആയി കുറച്ചു വരുന്നുണ്ട്. ഒരു നല്ല ROE, ROCE മെയിൻറ്റെയിൻ ചെയ്യാൻ കമ്പനിക്ക് കഴിഞ്ഞ 3 വർഷമായി സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ കമ്പനിയെ സംബന്ധിച്ച് ഒരു മേജർ ലിമിറ്റേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും.
അടുത്തതായി നോക്കാൻ പോകുന്നത് പവർ ഗ്രിഡ് കോർപ്പറേഷനാണ്. പവർ ഗ്രിഡിൻ്റെ സെയിൽസ് ഗ്രോത്ത് 1 ഇയർ, 3 ഇയർ അതുപോലെ 5 ഇയർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്തും ഇവിടെ നിങ്ങൾക്ക് വ്യക്തമാണ്. കൂടാതെ ROE, ROCE തുടങ്ങിയ ഡാറ്റകളും ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഈ കമ്പനിയുടെ മേജർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ 3 വർഷമായി നല്ലൊരു പ്രോഫിറ്റ് ഗ്രോത്ത് കമ്പനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റവന്യൂ ഗ്രോത്തിലും ഒരു വർധനവുണ്ട്. പ്രോഫിറ്റ് മാർജിനിൽ ഏകദേശം 89% ഒരു വർധനവാണ് ഇവിടെ കാണിക്കുന്നത്. കമ്പനിയുടെ PEG റേഷ്യോ 0.55 ആണ്. അതും നല്ലൊരു റേഷ്യോ ആണ്. എഫിഷ്യൻറ്റ് ക്യാഷ് ഫ്ലോ കൺസർവേഷൻ സൈക്കിൾ 48 ഡേയ്സ് ആണ്. അതും നല്ലതായി നമുക്ക് കൺസിഡർ ചെയ്യാം. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ ഡെബിറ്റ് ടു ഇക്വിറ്റി റേഷ്യോ കുറച്ച് ഹൈ ആണ്. ഏകദേശം 3.09% ആണത്. അടുത്തതായി നോക്കാൻ പോകുന്നത് നാഷണൽ അലൂമിനിയം കമ്പനിയാണ്. കഴിഞ്ഞ 5 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ കഴിഞ്ഞ 5 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്തും ഇവിടെ നിന്നും നിങ്ങൾക്ക് വ്യക്തമാണ്. കൂടാതെ ROE, ROCE തുടങ്ങിയ ഡാറ്റകളും ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കമ്പനിയുടെ മേജർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കഴിഞ്ഞ 3 വർഷമായി നല്ല പ്രോഫിറ്റ് ഗ്രോത്തും നല്ല റവന്യൂ ഗ്രോത്തും കമ്പനിക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കമ്പനിയെ ഒരു ഡെബിറ്റ് ഫ്രീ ആയി നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ നല്ല ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയുമുണ്ട്. ഈ കമ്പനിയുടെ മെയിൻ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കണ്ടീജന്റ് ലയബിലിറ്റി 277 കോടിയോളം വരും. അടുത്തതായി നോക്കാൻ പോകുന്നത് IOC ആണ്. കഴിഞ്ഞ 5 വർഷത്തെ സെയിൽസ് ഗ്രോത്ത്, പ്രോഫിറ്റ് ഗ്രോത്ത്, ROE, ROCE തുടങ്ങിയ ഡാറ്റകൾ ഇവിടെ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കമ്പനിയെ സംബന്ധിച്ച് മേജർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കമ്പനിക്ക് കഴിഞ്ഞ 3 വർഷമായി റവന്യൂ ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. എഫിഷ്യൻറ്റ് ക്യാഷ് കൺസർവേഷൻ സൈക്കിൾ 22 ഡേയ്സ് ആണ്. അതും ഒരു ഗുഡ് ഡാറ്റയായി നമുക്ക് കൺസിഡർ ചെയ്യാം. കമ്പനിയുടെ മേജർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കമ്പനിക്ക് പുവർ പ്രോഫിറ്റ് ഗ്രോത്ത് ആണ്. ഏകദേശം 8.58% പ്രോഫിറ്റ് ഗ്രോത്ത് മാത്രമേ കഴിഞ്ഞ 3 വർഷമായുള്ളൂ. അതുപോലെ ഓപ്പറേറ്റിംഗ് മാർജിനും ഒരു നല്ല സംഖ്യയായി നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. അതും ഈ കമ്പനിയെ സംബന്ധിച്ച് ഒരു മൈനസ് ആണ്. അടുത്തതായി നോക്കാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് ഇന്ത്യ ആണ്. കഴിഞ്ഞ 5 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് ഇവിടെ നിന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ പ്രോഫിറ്റ് ഗ്രോത്തും ഇവിടെ നിന്നും വ്യക്തമാണ്. കൂടാതെ ROE, ROCE തുടങ്ങിയ ഡാറ്റകളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കമ്പനിയുടെ മേജർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കമ്പനിക്ക് നല്ലൊരു സെയിൽസ് ഗ്രോത്ത് ഉണ്ട്. അതിലൂടെ റവന്യൂ വർദ്ധിച്ചിട്ടുണ്ട്. ROE, ROCയിലും ഒരു വർധനവ് കാണാം. CFO ബൈ PAT 0.85 ആണ്. അതും ഒരു നല്ല നമ്പറായി നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ ഗുഡ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. കമ്പനിയുടെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഗ്രോത്തിൽ ഒരു റിഡക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അതൊരു കോൺസ്റ്റന്റ് ആയല്ല ഉള്ളത്. അടുത്തത് ഗെയിൽ ഇന്ത്യ ആണ്. ഗെയിൽ ഇന്ത്യയുടെ 5 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് ഇവിടെ നിന്നും നിങ്ങൾക്ക് വ്യക്തമാണ്. അതുപോലെ 5 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്തും ROE, ROCE തുടങ്ങിയ ഡാറ്റകളും ഇവിടെ നിന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കമ്പനിയുടെ മേജർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നല്ലൊരു പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഡെബിറ്റിൽ സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു വെർച്വൽ ഡെബിറ്റ് ഫ്രീ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഗുഡാണ്. PEG റേഷ്യോ 0.13 ആണ്. അതും ഒരു നല്ല ഡാറ്റ തന്നെയാണ്. ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് റവന്യൂ ഗ്രോത്ത് 3 ഇയേഴ്സ് ലോ ആണ്. അതുപോലെ കണ്ടീജന്റ് ലയബിലിറ്റിയിലും ഒരു ഹൈ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് BPCL ആണ്. ഇത് ഓൾറെഡി ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റിന് തീരുമാനിച്ചത് കൊണ്ട് തന്നെ ഈ കമ്പനിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അടുത്തത് MOIL ആണ്. ഈ കമ്പനിയുടെ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് ഇവിടെ നിന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ 3 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്തും വ്യക്തമാണ്. കൂടാതെ ROE, ROCE തുടങ്ങിയ ഡാറ്റകളും നിങ്ങൾക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഈ കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവ് എന്ന് പറയുന്നത് നല്ലൊരു പ്രോഫിറ്റ് ഗ്രോത്ത് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നല്ലൊരു റവന്യൂ ഗ്രോത്തുമുണ്ട്. ROCE മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ വെർച്വലി കമ്പനി ഡെബിറ്റ് ഫ്രീ ആണ്. കൂടാതെ ഓപ്പറേറ്റിംഗ് മാർജിൻ 33% ആണ്. അതും ഒരു ഗുഡ് ഡാറ്റയായി നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ കമ്പനിയെ സംബന്ധിച്ച് ഒരു മേജർ നെഗറ്റീവ് നമുക്ക് കാണാൻ സാധിക്കില്ല. അടുത്തതായി നോക്കുന്നത് BEML ആണ്. ഈ കമ്പനിയുടെ 5 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് ഇവിടെ നിന്നും നിങ്ങൾക്ക് വ്യക്തമാണ്. കൂടാതെ 5 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്തും ROE, ROCE തുടങ്ങിയ ഡാറ്റകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവ് എന്ന് പറയുന്നത് കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ 2.08% ആണ്. അതൊരു ഗുഡ് നമ്പറായി നമുക്ക് കൺസിഡർ ചെയ്യാം. കൂടാതെ CFO ബൈ PAT 17.99 ആണ്. അതും ഒരു ഗുഡ് ഡാറ്റ തന്നെയാണ്. കമ്പനിയെ സംബന്ധിച്ച് നെഗറ്റീവ് എന്ന് പറയുന്നത് പുവർ പ്രോഫിറ്റ് ഗ്രോത്ത് ആണ്. അതുപോലെ ROE നല്ലൊരു നമ്പറായി കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. കൂടാതെ പുവർ റവന്യൂ ഗ്രോത്തും നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ PE എന്ന് പറയുന്നത് ഹൈ ആണ്. അടുത്ത കമ്പനി എന്ന് പറയുന്നത് ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്ത കമ്പനി എന്ന് പറയുന്നത് MTNL ആണ്. ഈ കമ്പനിയുടെ 5 വർഷത്തെ സെയിൽസ് ഗ്രോത്ത്, പ്രോഫിറ്റ് ഗ്രോത്ത്, അതുപോലെ ROE, ROCE തുടങ്ങിയ ഡാറ്റകൾ ഇവിടെ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. നെഗറ്റീവ് എന്ന് പറയുന്നത് പുവർ പ്രോഫിറ്റ് ഗ്രോത്ത്, പുവർ റവന്യൂ ഗ്രോത്ത്, അതുപോലെ ROE, ROCE തുടങ്ങിയ ഡാറ്റകൾ ഒരു ലോ ആണ്. കൂടാതെ നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ആണ്. അതും ഒരു കൺസേൺ ഫാക്ടർ തന്നെയാണ് ഈ കമ്പനിയെ സംബന്ധിച്ച്.
അടുത്ത കമ്പനി എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡ് ആണ്. ഈ കമ്പനിയുടെ 5 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് ഇവിടെ നിന്നും കാണാൻ സാധിക്കും. അതുപോലെ 5 വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത്, ROE, ROCE തുടങ്ങിയ ഡാറ്റകളും ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലാക്കാൻ കഴിയും. ഈ കമ്പനിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നല്ലൊരു പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്, നല്ലൊരു റവന്യൂ ഗ്രോത്തും കാണാൻ സാധിക്കും. ഈ കമ്പനിയുടെ നെഗറ്റീവ് എന്ന് പറയുന്നത് ROE ലോ ആണ്, 3 years ROCയും ലോ ആണ്, ഹൈ ഡെബിറ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ്, ഏകദേശം 7.36 ആണ്. അതുപോലെ നെഗറ്റീവ് ക്യാഷ് ഫ്ലോയും കൂടിയാണ്. അതുപോലെ ഇന്ത്യൻ ഗവൺമെന്റിന് പല ബാങ്കുകളിലും വലിയ ഓഹരി തന്നെയുണ്ട്. അപ്പോൾ ഇതിലും ഒരു റിഡക്ഷൻ സംഭവിക്കാം. അതുപോലെ ബാങ്കുകൾ മെർജ് ചെയ്തുകൊണ്ടും ഈ പ്രോസസ്സ് നടത്തും. അപ്പോൾ ആ ബാങ്കുകളെക്കുറിച്ച് ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ പഠിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇത് ഈ കമ്പനികളെക്കുറിച്ചുള്ള ഔട്ട്ലുക്ക് മാത്രമാണ്. ഈ കമ്പനികളെക്കുറിച്ച് ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ റിസർച്ചുകൾ നടത്തി ഓപ്പർച്യൂണിറ്റി കണ്ടാൽ അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനം എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റ് വഴി അറിയിക്കുക. ഇതുപോലുള്ള ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.